അയ്യോ, കണ്ടീഷൻ ഇത്തിരി വാടിയ കണ്ടീഷനാണ്. ഇനിയിപ്പോൾ ഞാൻ ജൂൺ അവസാനം, ഇന്ന് മെയ് 6 ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ 4 എടുത്തു നോക്കാം നമുക്കിത്. നമ്മൾ അന്ന് ആ വീഡിയോയിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച ബഡ്സ് ഓർമ്മയില്ലേ, അത് നമുക്കൊന്ന് എടുത്തു നോക്കിയാലോ. നമ്മുടെ ബിഗ് റിവീലാണ്. നമ്മൾ ആദ്യം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന പിയണി ബഡ്സ് ആണ്. വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ചെയ്യാം എങ്ങനെയാണ് സ്റ്റോർ ചെയ്തതെന്ന്. 2 രീതിയിൽ ചെയ്തിരുന്നു. ഒന്ന് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ റാപ്പ് ചെയ്തേക്കാണ്. ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷനും ഉണ്ട്. അത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്നാണ് നിങ്ങൾ ഈ പൂ പുറത്തെടുക്കേണ്ടത്, ഇപ്പോൾ നാളെയാണ് ബൊക്കെ അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് വേണ്ടെങ്കിൽ തലേ ദിവസം രാത്രി ചെയ്യേണ്ട സ്റ്റെപ്പാണ് കേട്ടോ. ഇത് ചെയ്ത് വെച്ചാണ് ന്യൂസ് പേപ്പറിൽ. കണ്ടീഷൻ ഇത്തിരി വാടിയ കണ്ടീഷനാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ അറ്റം കുറച്ച് വെട്ടിക്കളയാം. അധികമൊന്നും വേണ്ട, ബിക്കോസ് ഇതിന് നീളമില്ലാത്ത കമ്പുകളാണ്. വെള്ളത്തിലേക്കില്ല, നാളത്തേക്ക് ഫ്രഷ് ആവേണ്ടതാണ്. നമുക്ക് നോക്കാം. ഞാൻ വേറെയും കുറേ പിയണി ബഡ്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എടുത്തു ഒരു ബൊക്കെ ഉണ്ടാക്കിയത്. നിങ്ങൾ അതിൻ്റെ ഷോർട്സ് കണ്ടിട്ടുണ്ടോ അറിയില്ല, അതിൻ്റെ ലിങ്ക് ഞാൻ ചെയ്യാം. ഇത് കുറച്ചും കൂടി ഫ്രഷാണ്. നമ്മൾ പ്ലാസ്റ്റിക് കവറിലിട്ടത്. ഇത് കണ്ട ഇത് നമ്മളൊന്ന് വീഡിയോ ചെയ്താൽ ഓർമ്മയില്ലേ. അറ്റം കുറേശ്ശെ മുറിക്കുക, വെള്ളത്തിലിടുക. ഇത് നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇതിന് ജീവൻ വയ്ക്കേണ്ടതാണ് ഓൾമോസ്റ്റ്. പക്ഷേ ഇല ഡെഫിനറ്റ്ലി ഇത്തിരി വാടിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി വെള്ളത്തിൽ വെച്ചിരുന്ന പിയണി ബഡ്സാണിത്. കുറേശ്ശെ ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. ഇന്നലെ കണ്ടപ്പോൾ ഭയങ്കര വിറങ്ങലിച്ചിരുന്നില്ലേ, എല്ലാം കുറേശ്ശെ ഓപ്പൺ ചെയ്തു. ഒരു ലെസൺ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നീളമുള്ള തണ്ടാണ് വെട്ടേണ്ടത്. ഇപ്പോൾ ഒന്നിനും നീളം ഇല്ലായിരുന്നില്ല. ഈ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് ബുക്കെ പോലെ ഉണ്ടാക്കാൻ പറ്റില്ല, അത്ര നീളമില്ല. വളരെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതിലാ 2 സാറാ ബൺഹാർട്ട് പിയണിയാണ്. ഇത് 2 ഇത് ബാക്കായിട്ടുള്ള പിയണി, ഇതിൻ്റെ പേരറിയില്ല. മറ്റേതൊക്കെ ജനറൽ മക്മഹോൺ. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊരു സെക്കൻഡ് ആയി. മുട്ടൊക്കെ കണ്ടോ കുറേശ്ശെ തുറന്നു വന്നു തുടങ്ങി കണ്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒരു സിമ്പിൾ അറേഞ്ച്മെൻറ്റാണ്. നമ്മുടെ മല്ലിയിലയുടെ പൂവും കാറ്റ്മിൻറ്റും പിയണി. ജൂൺ പകുതിയായി. നമുക്ക് ഓൾമോസ്റ്റ് നാട്ടിലത്രയും ചൂടും ഹ്യൂമിഡിറ്റിയാണ്. ആ സമയത്തും പിയണി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആക്ച്വലി നൈസ് തിങ്. ഈ ഒരു വാസന പെർഫെക്റ്റാണ്. ഇതിൻ്റെ നീളം പറഞ്ഞ പോലെ ബൊക്കെയാണെങ്കിൽ നല്ല നീളമുള്ള പൊക്കമുള്ള സ്റ്റെമ്മാണ് എടുക്കേണ്ടത് കേട്ടോ. എന്തൊരു ഭംഗിയല്ലേ ഈ പൂവ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പഴയ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇതിന് ചൈനീസ് കൾച്ചറിൽ ഇതൊരു സിമ്പിൾ ഓഫ് വെൽത്ത് ആൻഡ് പ്രോസ്പെറിറ്റി ആൻഡ് ഫെമിനിൻ ബ്യൂട്ടി ആയിട്ടാണ് റിഗാർഡ് ചെയ്തേക്കുന്നത്. വേറെ ജാപ്പനീസ് കൾച്ചറിൽ ഇതൊരു സിമ്പിൾ ഓഫ് ബ്രേവറി, ഓണർ ആൻഡ് ഗുഡ് ഫോർച്യൂൺ ആണ്. ഡെഫിനറ്റ്ലി ഇഫ് യു ഡു നോട്ട് ഗ്രോ പിയനീസ് ആൻഡ് ഇഫ് യുവർ വെദർ പെർമിറ്റ്സ് ടു ഗ്രോ പിയനീസ് യു ഷുഡ് ട്രൈ. ഈ സാറാ ബൺഹാർട്ട് എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഒരു ഫെമിനിൻ ആയിട്ടുള്ളൊരു പിയനായിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ ബഡും അതിൻ്റെ ഷേപ്പും അതിനൊരു നല്ല ഫ്രേഗ്രൻസും ഉണ്ട്. ആക്ച്വലി ഇത്തവണ ഈ ബഡ് ചെയ്ത് വെച്ചാൽ എന്തോ ഒരു ഭാഗ്യമായിട്ടോ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവസാനമായപ്പം ലാൻഡൺ ഫ്രൈ ഭയങ്കരമായിട്ട് വന്നു. എന്നിട്ട് അതിൻ്റെ ആ നിംഫ്സ് ഉണ്ടല്ലോ, അത് ഈ ബഡിനെ മുഴുവൻ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എല്ലാ ബഡും പാതി വെച്ചിട്ട് ഉണങ്ങിപ്പോയി. അപ്പോൾ ഇത് 4th ഡേ ആണ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഈ ബഡ്സ് എടുത്തിട്ട്. അന്ന് ആ ബഡ്സ് കണ്ടിരുന്ന ആരെങ്കിലും വിചാരിക്കും ഇത്ര നന്നായിട്ട് വിരിഞ്ഞു വരുന്നു. ഞാൻ ശരിക്കും എനിക്ക് നല്ല ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപ്പം ഇത് നല്ല ഭംഗി ഉണ്ടാവുമല്ലോ എന്ന്. ബട്ട് ദേ ഡു ഗ്രേറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ പിയണി സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 1.5 മാസം കഴിഞ്ഞു. ഞങ്ങളുടെ പിയണിയൊക്കെ മെയ് ആദ്യം പൂത്ത് കഴിഞ്ഞു. ഇതിപ്പോൾ ജൂൺ 3rd വീക്ക് ആവാറായി. കണ്ടില്ലേ ആക്ച്വൽ ഹാവിങ് പിയണീസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് അടുത്ത കൊല്ലം ട്രൈ ചെയ്യണേ. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.